നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതി അറിയിപ്പുകൾ കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയുടെ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് കർഷകർക്ക് 40,000 രൂപയിലേക്ക് എത്തുകയാണ് സൗജന്യ വിതരണം. 2,000 രൂപ വീതം 4 മാസം കൂടുമ്പോൾ വിതരണം നടത്തുന്നു. ഇങ്ങനെ വർഷത്തിൽ 6,000 രൂപയാണ് ലഭിക്കുന്നത്. ഇതിൽ 19 ഗഡുക്കളുടെ വിതരണം പൂർത്തിയായി. 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ് ജൂൺ മാസം വിതരണം ചെയ്യുമെന്ന കേന്ദ്ര അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എന്നാൽ അതിന് മുന്നൊരുക്കമായിട്ട് വിതരണ കാര്യങ്ങൾക്ക്, അതായത് കൃത്യമായിട്ട് അതിൻ്റെ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം നമുക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റില്ല, അത് വളരെ വൈകാതെ ലഭിക്കുന്നതാണ്. 21ഉം 22ഉം, അതായത് വരുന്ന ഇൻസ്റ്റാൾമെൻറ്റുകളൊക്കെ നമുക്ക് മുടക്കം കൂടാതെ ലഭിക്കണമെങ്കിലും കാർഷിക ലോണുകൾക്ക് അല്ലെങ്കിൽ മറ്റ് സബ്സിഡി ആനുകൂല്യങ്ങൾക്ക്, അതോടൊപ്പം ഇൻഷുറൻസ് പരിരക്ഷ, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ, കാർഷികാനുബന്ധ മേഖലകളിലെ തുടർന്നുള്ള കേന്ദ്ര സഹായങ്ങൾക്കെല്ലാം കർഷകർ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ അത് വേരിഫിക്കേഷൻ ചെയ്ത് ID എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി കൃഷിഭവനിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കർഷകർ നേരിട്ട് എത്തിച്ചേർന്ന് വേരിഫിക്കേഷൻ ചെയ്യണം. OTP അധിഷ്ഠിത വേരിഫിക്കേഷൻ സംവിധാനമായതുകൊണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ്, ഇത്രയും രേഖകളുമൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന് വേണം ഈ വേരിഫിക്കേഷൻ ചെയ്യാൻ. ജൂലൈ മാസം 31 വരെ ഇതിന് സമയം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിഭൂമി ഉണ്ടെങ്കിലും, ഇനി കിസാൻ സമ്മാൻ നിധിയിൽ ഇല്ല എങ്കിൽ പോലും ഭൂമി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ കർഷകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൃഷിനാശം, വിളനാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. കർഷകർ വിളനാശം സംഭവിച്ച കൃഷിസ്ഥലത്ത് നിന്നുള്ള ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനുവേണ്ടി ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ്, അതോടൊപ്പം ആധാർ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിനുവേണ്ടി ആവശ്യമായിട്ടുണ്ട്. ഇനി വിള ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് വലിയധികം വേരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആപ്ലിക്കേഷൻ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വിള ഇൻഷുറൻസ് ഒന്നും ഇല്ല എങ്കിലും പ്രത്യേക രീതിയിൽ നമുക്ക് അപേക്ഷ വെക്കാനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. സമയവുമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, മറ്റ് ജനസേവാ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും എളുപ്പമാക്കി തരുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിധവകൾക്ക്, അതായത് പരമാവധി 55 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ്, അവർക്ക് ഒരു സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി 30,000 രൂപയോളം സാമ്പത്തിക ധനസഹായം അനുവദിക്കുന്നത്. അതായത് നിലവിൽ ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയ വിധവകൾക്ക് ഒരു സാമ്പത്തിക പിന്തുണ നൽകുകയാണ് ഈ പദ്ധതിയിലൂടെ. സഹായഹസ്തം പദ്ധതി വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ അംഗനവാടി വഴിയോ അല്ലെങ്കിൽ ICDSൻ്റെ ഓഫീസിൽ അന്വേഷിച്ചാലോ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആരംഭിക്കുന്ന സംരംഭത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം സാമ്പത്തികം കുറഞ്ഞവർക്ക് മുൻഗണന നൽകുന്നു. വിധവകളാണെങ്കിലും അവർക്ക് 18 വയസ്സിൽ താഴെ പ്രായമുള്ള മക്കളുണ്ടെങ്കിൽ മുൻഗണന, ഭിന്നശേഷിക്കാരായ മക്കളുണ്ടെങ്കിൽ മുൻഗണന, അതോടൊപ്പം തന്നെ പെൺകുട്ടികളുള്ള കുടുംബങ്ങൾക്ക് മുൻഗണന. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ മുൻഗണനാ ക്രമങ്ങൾ കൂടി പാലിച്ചായിരിക്കും ഈ 30,000 രൂപയുടെ വിതരണം നടത്തുക. എല്ലാ ജില്ലയിലും തിരഞ്ഞെടുക്കപ്പെടുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്കായിരിക്കും എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ 30,000 രൂപയുടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആധാർ അവരുടെ ഒരു പ്രധാന രേഖ തന്നെയാണ്. പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് ആവശ്യങ്ങൾക്കും അതോടൊപ്പം വിവിധ അലോട്ട്മെൻറ്റിന് അപേക്ഷ വയ്ക്കുമ്പോഴും അപ്ഡേഷൻ ചെയ്യാത്ത ആധാറൊക്കെ ആണെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പിന്നീട് ആധാർ അപ്ഡേഷൻ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആധാർ അധിഷ്ഠിത OTP അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനങ്ങളൊക്കെ ഒരുപാട് പരാജയപ്പെടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അവരുടെ ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യാൻ നിർദ്ദേശം ലഭിക്കുന്നവർ ആ രീതിയിലും, ഇനി മൊബൈൽ നമ്പർ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് പുതുക്കി നൽകുന്നതിന്, അതോടൊപ്പം ഫോട്ടോ ചേഞ്ച്, അതായത് പഴയ ഫോട്ടോയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥിയുടെ പുതുക്കിയ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ അപ്ഡേഷനുകൾ വരുത്തുന്നതിന് വേണ്ടിയും നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാൽ മതിയാകും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.